ഇന്നാണ് അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ മണ്ണിൽ ഗജരാജന്മാർക്കുള്ള ആനയൂട്ട്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആനയൂട്ട് കാണാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഒറ്റക്കല്ല, ഫ്രണ്ട്സുമായിട്ടാണ് ഞാനിന്ന് പോകുന്നത്. ചെന്നപ്പോൾ തന്നെ ആദ്യം പോയത് മുൻപിലെ ആനപ്പന്തലിലേക്കാണ്. അവിടെ കുടമാറ്റത്തിനുള്ള നെറ്റിപ്പട്ടങ്ങളും വെഞ്ചാമരങ്ങളും മുത്തുകുടകളൊക്കെ അലങ്കരിച്ചു വെച്ചിരുന്നു. പിന്നീട് ആനയൂട്ടിനുള്ള ഗജവീരന്മാരുടെ കടന്നുവരവായിരുന്നു. ആനകൾ വന്ന ഉടനെ തന്നെ ആനകൾക്ക് ചുറ്റും ആള് കൂടി. അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോൾ വീണ്ടും ആനകൾ വന്നുകൊണ്ടേയിരുന്നു. ഇതാണ് കൂട്ടത്തിലെ കുഞ്ഞൻ. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ ആള് ചില്ലറക്കാരനല്ല. മറ്റെല്ലാവരോടും കട്ടക്ക് നിൽക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ നിൽപ്പും ഭാവവും. ആനയൂട്ട് കാണാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ തിരക്കിനിടയിൽ ഞങ്ങൾ അങ്ങനെ നിന്നു. പിന്നെ പേര് വിളിക്കുന്നതനുസരിച്ച് ആനകളെല്ലാം വന്ന് എല്ലാവരെയും വണങ്ങിയ ശേഷം അങ്ങനെ നിരനിരയായി നിന്നു. ആ കാഴ്ച കാണേണ്ട ഒന്ന് തന്നെയായിരുന്നു. വൈക്കത്തമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പിടിയാനയെ കാണുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് രാവിലെ ഗജപൂജയിൽ പങ്കെടുത്ത ആനയുടെ കടന്നുവരവ്. അത് അമ്പലത്തിന്റെ അവിടെ നിന്ന് വൈക്കത്തപ്പനെ വണങ്ങിയ ശേഷമാണ് ആനയൂട്ടിനെത്തിയത്. അത് കഴിഞ്ഞ് വന്ന ആളാണ് ഇന്നത്തെ താരം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. കൂട്ടത്തിലെ പ്രധാനിയും ഇന്ന് വൈക്കത്തപ്പനെ ശിരസിലേറ്റുന്നതും നന്ദിലത്ത് ആനയാണ്. അങ്ങനെ ആനകളെല്ലാം ചേർന്ന് വൈക്കത്തപ്പനെ വണങ്ങിയ ശേഷം എല്ലാ ആനകൾക്കും പഴങ്ങളും ശർക്കരയും തുടങ്ങിയ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആനയൂട്ട് അവസാനിച്ചു. അതിനുശേഷം നടക്കാൻ പോകുന്ന കുടമാറ്റത്തിന് വേണ്ടി ആനകളെല്ലാം നെറ്റിപ്പട്ടം കെട്ടി അണിയിച്ചൊരുക്കാൻ വേണ്ടി ആനപ്പന്തലിലേക്ക് കൊണ്ടുവന്നു. അത് കാണാൻ ഞാനും ശരത്തും കൂടിയാണ് നിന്നത്. കുടമാറ്റത്തിന് വേണ്ടിയുള്ള കുടകളെല്ലാമാണ് ഈ കൊണ്ടുപോകുന്നത്. ഞങ്ങളും അങ്ങനെ കുടമാറ്റം കാണുന്നതിന് വേണ്ടി അക്ഷമരായി കാത്തു നിന്നു. ബാക്കി അടുത്ത പാർട്ടിൽ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.